ഹലോ. സാംസങ്ങിൻ്റെ ഫോണ് റിലീസായില്ലേ? ഏത്? S26 സീരീസ്. അതിൽ 3 വേരിയൻസ് ആണുള്ളത്. S26 അൾട്ര, S26 ബേസിക് മോഡൽ, S26 പ്ലസ് മോഡൽ. ഇങ്ങനെ 3 വേരിയൻസ് ആണുള്ളത്. അതിൽ പിന്നെ ഡിഫറെൻറ്റ് സ്റ്റോറേജ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അങ്ങനെ 3 ഫോൺസാണ് റിലീസായിട്ടുള്ളത്. അപ്പോൾ അതിൽ നല്ല കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ക്യാമറയുടെ കാര്യത്തിലൊരു ചെറിയ അപ്ഗ്രേഡ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിലൊരു ചെറിയ അപ്ഗ്രേഡ് ഉണ്ട്. പക്ഷേ ആ അപ്ഗ്രേഡ്സിനെ പറ്റിയിട്ടൊക്കെ പലരും പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സാംസങ് അല്ലെങ്കിൽ ഐഫോൺസ് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ ഒരു ടൈപ്പ് ഓഫ് ക്യാമറ സിസ്റ്റം, അതാണ് ഞാൻ സംസാരിക്കാൻ പോണത്. കാരണം ഈ 2 ബ്രാൻഡ്സിലും മാത്രം ഞാൻ സ്പെസിഫിക്കായി പറയാൻ കാരണം അവർക്കൊരു വീഡിയോഗ്രഫി ആൻഡ് ഫോട്ടോഗ്രഫിയിൽ ചൈനീസ് ബ്രാൻഡ്സിനെ സംബന്ധിച്ച് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അത് AI-ൻ്റെ കാര്യത്തിലാണ് അത് മേജർലി വരുന്നത്. കാരണം ഹാർഡ്വെയർ പാർട്ട് എന്ന് പറഞ്ഞാൽ ചൈനീസ് ബ്രാൻഡ്സ് കില്ലിംഗ് ആണ് സത്യം പറഞ്ഞാൽ. ഈ 2 ബ്രാൻഡ്സിനെ അവരെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പോർട്രേറ്റ്സ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, പോർട്രേറ്റ് ഫോട്ടോസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ക്യാമറ സിസ്റ്റം ഈ 2 ബ്രാൻഡ് ഇംപ്ലിമെൻ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് പറയാൻ കാരണം അത് ഞാൻ ആ സിസ്റ്റത്തെ പറ്റിയിട്ട് പറയാം, ആ ഒരു ക്യാമറ സെറ്റപ്പിനെ പറ്റിയിട്ട് പറയാം. നിലവിലുള്ളത് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 0.5 അൾട്രാ വൈഡ് ആംഗിൾ ഉണ്ട്, പിന്നെ ഒരു 1x ക്യാമറ ഉണ്ട്, പിന്നെ ഈ 2x, 2.5x, പിന്നെ 28mm അങ്ങനെയൊക്കെ പറയുന്നത് വെറും സോഫ്റ്റ്വെയർ സൂമിങ് മാത്രമാണ്, അല്ലാതെ അതൊരു ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ അല്ല. പിന്നെ അത് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ കാര്യത്തിൽ 3x ആൻഡ് 5x സൂം ലെൻസുകളുണ്ട്. പിന്നെ ഐഫോണിൻ്റെ കേസിലിട്ട് വരികയാണെങ്കിൽ 4x സൂം ലെൻസും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്യാമറ സെറ്റപ്പ് ഈ 2 ഫോൺസിൻ്റെയും വരുന്നത്. ഇതിൽ ഇപ്പോൾ സാംസങ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ഐഫോണിൻ്റെ ഈ 4x ലെൻസ് മാറ്റിയിട്ട് ഐദർ 3x to 6x അല്ലെങ്കിൽ 4x to 8x ലെൻസാക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യുമായിരുന്നെങ്കിൽ, അതായത് വേരിയബിൾ സൂം ക്യാപ്പബിലിറ്റി വരുന്ന ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്ന സൂം ലെൻസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, സാംസങ് ഓൾറെഡി 4 ക്യാമറാസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഒരു ക്യാമറ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ 3 ക്യാമറാസ് വെച്ചിട്ട് വേരിയബിൾ സൂം ക്യാപ്പബിലിറ്റി ഉള്ള സിംഗിൾ ലെൻസായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി അല്ല വേണ്ട, സാംസങ് ഓൾറെഡി നിലവിൽ 3x to 6x ആക്കിയിട്ട് 3x ലെൻസിനെ 3x to 6x ആക്കി മാറ്റിയതിന് ശേഷം ഒരു 10x ലെൻസും കൂടെ കൊടുക്കുകയാണെങ്കിൽ 24 വരെ അതോ 23 വരെ ഉണ്ടായിരുന്നു 10x ലെൻസ്. അത് ഞാൻ കറക്റ്റ് 23 വരെ ആയിരുന്നു തോന്നുന്നുണ്ട്. 24-ൽ 5x ആക്കിയിട്ടുണ്ട്. അതുവരെ അവർ കൊടുത്തിരുന്ന ആ 10x അവർക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവർ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നന്നായിരുന്നു എന്നുള്ളത്. കാരണം ഇപ്പോൾ ഷവോമി 17 അൾട്രയിൽ ആ സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. എന്തായാലും നോക്കിയതിന് ശേഷം നമുക്ക് ആ ഫോൺസിൻ്റെ ഈ ക്യാപ്പബിലിറ്റിനെ പറ്റി സംസാരിക്കാം. കാരണം ഈ വേരിയബിൾ സൂം ക്യാപ്പബിലിറ്റി ഓൾറെഡി സോണി ഫോണുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഒപ്പീനിയൻസ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോൺസിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു പ്രൈസ് കാറ്റഗറിയിൽ ഇന്ന ഫോൺ ചൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചാനലുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇതിൽ യൂട്യൂബിലാണ് ഇത് ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ടാവും, ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീലായിട്ട് ഇടുന്നുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഇത് അപ്ലോഡായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കോമൻസ് ആയിട്ട് ചോദിക്കാം, അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതാണ്. നിങ്ങൾക്ക് എനി കൈൻഡ് ഓഫ് ഡൗട്ട്സ് നിങ്ങൾക്ക് നമ്മളുടെ അടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും തോട്ട്സ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെ അതൊരു വേറെ റീലായിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഒരു 2 വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ